അല്ല, അതല്ല ഇപ്പം ഞാൻ ഈ ഞാൻ വിശദീകരിച്ചത്. പാർട്ടിയിൽ പറഞ്ഞ അവസ്ഥയും പാർട്ടിക്ക് കൊടുത്ത കത്തും അതിന് നോവല് പോലെ ബൈൻഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞല്ലേ ഞാൻ. അപ്പം ഈ സഖാക്കൾ മനസ്സിലാക്കി നമ്മളിതൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ്, നമ്മൾ വിശദമായി പറഞ്ഞതാണ്. അപ്പം ഈ പറഞ്ഞ ആളുകളോട് ഇപ്പം ഇത് കോൺഗ്രസിൽ എടുക്കൂല, ലീഗിൽ എടുക്കൂല, മൂപ്പർക്ക് BJPക്ക് പോകാനും പറ്റില്ല, എന്നാൽ കമ്മ്യൂണിസ്റ്റുകാർ പുറത്താക്കുകയും ചെയ്യുന്നു. അപ്പം അവരോട് എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമാണ്, കായലരികത്ത് വളയെറിഞ്ഞപ്പോ വളകിലൂക്കിയ സുന്ദരി. അതിന് ആരും കാത്തു നിൽക്കണ്ട, മനസ്സിലായില്ലേ? ഒരു ധാർമ്മിക പ്രശ്നമില്ല. ഞാൻ ചോദിച്ചല്ലോ, ആ മറ്റേ ചങ്ങാതിയിൽ എന്താണ് ശങ്കരനോ എന്താ വക്കീലിന്റെ പേര്, ജയശങ്കരൻ അല്ലേ? നിങ്ങൾ ധാർമ്മികത വെക്കി. അവനോട് ഞാൻ എന്താ പറഞ്ഞത്? ഒരു മിനിറ്റ് ഇപ്പൊ ചോദിച്ചു, ധാർമ്മിക ഉത്തരവാദിത്തല്ലേ ഈ പാർട്ടിയുടെ പിന്തുണ വാങ്ങിയിട്ട് ജയിച്ചിട്ട്? അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്, എന്നെ ധാർമ്മികത പഠിക്കാൻ വന്നല്ലോ എന്ത് ജയശങ്കർ വക്കീല്, അവന് ഞാൻ ധാർമ്മികത പഠിപ്പിച്ചു കൊടുത്തല്ലോ. അവന് ഉപയോഗിക്കേണ്ട സാധനം ബക്കറ്റാണ്, മനസ്സിലായില്ലേ? ആ ബക്കറ്റായിട്ട് ഞാൻ ആളെ വിട്ടു നിന്നു. ഞാനൊരു MLA ആണെന്ന് വിചാരിച്ചിട്ട് ഈ പറയുന്ന ഒരുപാട് തമ്മാടി കൂട്ടങ്ങളുണ്ട് ഈ നാട്ടിൽ. അവിടെ ഞാൻ MLA ആണ്, എൻ്റെ ഷർട്ട് ചെയ്തില്ലാറുണ്ട്. ഈ സാധുക്കൾ ഇങ്ങനെ ഒഴിഞ്ഞു പോകുന്നോണ്ടാ ഈ പറയുന്ന പൊതുപ്രവർത്തകരുടെ നെഞ്ചത്തേക്ക്, സത്യസന്ധമായി പ്രവർത്തിക്കുന്നവരുടെ നെഞ്ചത്തേക്ക് ഇതുപോലുള്ളവ ഈ എന്താ പറയുക ഈ വാഴോളികൾ ചവിട്ടി കയറുന്നത്. അത് നടക്കൂല. എനിക്ക് അങ്ങനത്തെ ഒരു ഫാൾസ് ഇമേജ് വേണ്ട. ഞാൻ ആദ്യം പറയുന്നുണ്ട്, ഞാൻ മഹാത്മാഗാന്ധിയുടെ പേരക്കുട്ടിയൊന്നുമില്ല. അപ്പൊ ആ സ്റ്റാൻഡിൽ തന്നെ ഞാൻ ഉണ്ടാവുള്ളൂ. പാർട്ടി അംഗമാണ്. അവിടെ അത് വിശദമായി പറയാൻ, താങ്കളുടെ പരാതി പറയാൻ പാർലമെന്ററി പാർട്ടിയിൽ അവസരമുണ്ട്. അത് താങ്കൾ ഉപയോഗിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെ പാർലമെന്ററി പാർട്ടി ഇത്തരം കാര്യങ്ങളൊക്കെ പറയാൻ അവസരമുണ്ടോ, അത് താങ്കൾ ഉപയോഗിക്കാതിരുന്നതാണ്. അതാണ് വേറെ തമാശ. സാധാരണ പാർലമെന്ററി പാർട്ടി നിയമസഭാ സമ്മേളനം കൂടുമ്പം ചിലപ്പോൾ തലേ ദിവസം, മിക്കപ്പോഴും ഫസ്റ്റ് ഡേ ആഫ്റ്റർനൂൺ ആയിരിക്കും. കാരണം എല്ലാ MLA മാരും വന്ന് ഇപ്പോൾ 2 മണി, ഫസ്റ്റ് ഡേ ഒക്കെ 2 മണി 3 മണിക്ക് അസംബ്ലി കഴിയും. അപ്പോൾ ഒരു 3 മണിക്ക് 3:30 മണിക്കുമാണ് ഈ പാർലമെന്ററി പാർട്ടി ഉണ്ടാവും. UDF ഉണ്ടാവും, സോറി LDF ഉണ്ടാവും, CPM ഉണ്ടാവും. അത് നമ്മളൊക്കെ പങ്കെടുക്കാറുണ്ട്. അവിടെ എന്ത് പറയാനാണ്? അവിടെ കാര്യങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പറയും, മനസ്സിലായില്ലേ? ഞാൻ 1-2 പ്രാവശ്യം പറഞ്ഞു, പിന്നെ ഞാൻ നിർത്തി. അപ്പോൾ പിന്നെ അങ്ങനെ ആവട്ടെ. 5 മിനിറ്റ്, മാക്സിമം 10 മിനിറ്റ്. 10 മിനിറ്റ് രാവിലെ പാർലമെന്ററി യോഗം നടന്നില്ല. ആര്? ഞാനോ? ഞാൻ പങ്കെടുക്കില്ല. ഞാൻ അതിനെ പങ്കെടുക്കുന്നത്? ഞാൻ പങ്കെടുക്കില്ല. ഇല്ലാത്ത പറയരുത്. പാർട്ടി പ്രവർത്തകരിലുള്ള വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടില്ല. പാർട്ടി പ്രവർത്തകരിലും കോടതിയിലുമാണ് എൻ്റെ വിശ്വാസം. ഈ നാട്ടിലെ ഈ പാർട്ടിക്ക് വേണ്ടി ജീവൻ ത്യജിച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഇന്നും ആ പാവങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ആ ഡിവൈഎഫ്ഐക്കാരൊക്കെ എപ്പോഴും ചോറ് കൊടുക്കുക അല്ലേ? ഇപ്പോഴും ചോറിന്റെ പൊതിയും തെരഞ്ഞ് എവിടെയെങ്കിലും ചോറ് പൊതിയുന്നുണ്ടാകും. അവരെന്നോടൊപ്പമാണ്, എനിക്ക് അവരോടാണ് സ്നേഹം. അവരോടൊപ്പം ഞാനുണ്ടാകും. ഞാൻ കിട്ടിയതൊന്നും വിടൂല. സംസ്ഥാന സെക്രട്ടറിയും വഞ്ചിക്കുന്ന മുഖ്യമന്ത്രിയും ഉണ്ടാവുമ്പോ അതിന്റെ കൂടെ പാർലമെന്റ് പാർട്ടി അംഗത്വത്തിന് എങ്ങനെയാണ് താങ്കൾ നിൽക്കാൻ കഴിയുക? ഞാൻ പാർലമെന്റ് ഹൗസിലേക്ക് അങ്ങോട്ട് പോവില്ല. നിയമസഭയിൽ എനിക്ക് ഇരിക്കാലോ. കിട്ടിയതൊന്നും വിടും വിചാരിച്ചിരിക്കില്ല, ഒന്നും വിടൂല. പൊന്നാര മനുഷ്യ എത്ര ടൈം പറഞ്ഞു എല്ലാവരും പിന്തുണ. നിങ്ങൾ എന്നെ പിന്തുണക്കുണ്ടോ ഈ വിഷയത്തിൽ? ഒരു മിനിറ്റ്, ഇതൊക്കെ നിങ്ങൾ കേട്ടല്ലോ. എന്താ പേര്? വിപിൻ എന്നെ പിന്തുണക്കുന്നുണ്ടോ ഈ വിഷയത്തിൽ? അല്ലല്ല, ഉണ്ടോ? പരിശോധിക്കല്ലേ. ഇതാണ് നമ്മളെ കേരളക്കാരുടെ പ്രശ്നം. സ്വന്തം അഭിപ്രായം പറയാൻ ധൈര്യമില്ല. അല്ല, നിങ്ങൾ അവർക്ക് അഭിപ്രായം ഇല്ല എന്ന് പറയുമ്പോൾ ഒരു പത്രക്കാരനായ നിങ്ങളോട് ഇത്രയും വിഷയങ്ങൾ ഞാൻ ചോദിച്ചിട്ട്, പൊന്നു സഹോദര, ഇതിന് നിങ്ങൾക്ക് അഭിപ്രായം? ഞാൻ നിങ്ങളോട് സംസാരില്ല. ടുഡേ നോ മോർ ക്വസ്റ്റ്യൻ ഫ്രം യു. നമുക്ക് അവസാനിപ്പിക്കാം. പൊതുയോഗ പബ്ലിക് മീറ്റിംഗ് ഞായറോ തിങ്കളോ കേട്ടോ? അതെ, നമ്മളെ പിന്തുണക്കുന്ന നേതാക്കൾ, ജനങ്ങളോട് താല്പര്യം, ആളുകൾ, സഖാക്കളോട് താല്പര്യം നേതാക്കൾ.
പേര് പറയാൻ കുറെ ബുക്ക് വേണ്ടി എഴുതി വെക്കണേ താങ്കളുടെ രണ്ടിലും ഒരു ലോബി പ്രവർത്തിക്കുന്ന ആരോപണമുണ്ടല്ലോ. അസാധ്യമാണ്. പരസ്യമായിട്ട് താങ്കളെ പിന്തുണയ്ക്കാൻ പറ്റാതെ ഈ താങ്കൾക്ക് മാനസിക നില മാനസിക പിന്തുണ നൽകുന്ന അല്ലെങ്കിൽ താങ്കൾക്ക് രഹസ്യമായി പിന്തുണയ്ക്കുന്ന ഒരുപാട് CPM-ലുണ്ട്. തുടരുകയാണല്ലോ. അപ്പൊ ഇടതുപക്ഷ പിന്തുണയോടുകൂടിയാണ് താങ്കൾ MLA ആയത്. ഇനിയും താങ്കൾ അതിന്റെ യോഗ്യല്ലാതെ ഇടതുപക്ഷ LDF മുന്നണി പറയുകയാണെങ്കിൽ എന്തായിരിക്കും താങ്കളുടെ മറുപടി? ഞാൻ നടുപക്ഷത്ത് ഇട്ടു. ഇവിടെ ലെഫ്റ്റ് ആണ്, ഇവിടെ റൈറ്റ് ആണ്. MLA ആയിട്ട് തന്നെ ഞാൻ നടുവിൽ സീറ്റ് ഉണ്ട്, അവിടെ ഇരിക്കും. പക്ഷെ അവരുടെ പിന്തുണയോടെ കൂടിയല്ലേ MLA ആയത്? അതൊന്നും വേണ്ട. അവിടെ നടുവിൽ സെൻട്രൽ സീറ്റ് ആയി ഞാൻ സ്പീക്കറോട് പറയുന്നത് അടുത്ത സീറ്റ് തരാണ്. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. നടുവിൽ എപ്പോഴും ജനങ്ങളവിടെ ഉണ്ടാവും. പാർട്ടി MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെട്ടാൽ രാജിവെക്കും. ഇല്ല, അതൊന്നും ഇപ്പൊ നടക്കുന്ന കാര്യമല്ല. ഈസി ക്വസ്റ്റ്യൻ. അതെ, പബ്ലിക് മീറ്റിംഗ് നമ്മളിപ്പോ തീരുമാനിച്ചെടുത്താണല്ലോ. കാരണം അവിടുന്ന് ഏതായാലും പുറത്താക്കി. ഇവിടെ എവിടെ എത്തിയിട്ടില്ല. മലപ്പുറത്ത് നേതാവ് അലിഞ്ഞു കയറി വന്ന കോൺഗ്രസ്സുകാരനാണ്. അപ്പൊ ആ സംസ്കാരം ഒരിക്കൽ ഏതായാലും വേണ്ട. ലീഗ് ഏതായാലും എടുക്കില്ല. മനസ്സിലായില്ലേ? കോൺഗ്രസ് അങ്ങോട്ട് അടിപ്പിക്കില്ല. BJPക്ക് നമുക്ക് പോകാനും പറ്റില്ല. അപ്പൊ എന്താ ചെയ്യാ? അപ്പൊ എന്താ പുതിയ പാർട്ടിയുടെ വഴി രാഹുൽ ഗാന്ധി DNA പരിശോധിക്കണമെന്ന് പറഞ്ഞ ഒരു സമ്മേളനത്തിൽ പറഞ്ഞിട്ട് കോൺഗ്രസ് എങ്ങനെ സ്വീകരിക്കുന്നത്? അല്ല, രാഹുൽ ഗാന്ധിയുടെ അന്നും ഞാൻ പറഞ്ഞത് അത് വക്രീകരിച്ചതാണ്. ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ഒരു മിനിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന മഹാവ്യക്തി കിടന്നുറങ്ങിയ വീടാണ് എൻ്റെ വീട്. മനസ്സിലായോ? അപ്പം ഞാൻ അന്ന് പറഞ്ഞത് പൊളിറ്റിക്കൽ DNA. അതിന് ആ ബയോളജിക്കൽ DNA എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് വോട്ട് പിടിക്കാൻ കോൺഗ്രസ്സുകാർ നടത്തിയ ഒരു എന്താ ശ്രമമാണ്. ഞാൻ പിറ്റേ ദിവസം തന്നെ അത് ക്ലിയർ ചെയ്തു. കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല, ചെയ്യുന്നില്ല ED എന്നാണ് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞത്. അപ്പം ഇവിടെ അന്ന് ഇന്ത്യ മുന്നണി BJPക്കെതിരെ നടത്തുന്ന ഏറ്റവും വലിയ പ്രചരണം ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷി നേതാക്കളെയും മുഖ്യമന്ത്രിമാരെയും അനാവശ്യമായി DD അറസ്റ്റ് ചെയ്യുന്നു. അത് നമ്മുടെ ഇലക്ഷനിലെ ഏറ്റവും വലിയൊരു പ്രചരണമായതായിരുന്നു. ആ സമയത്താണ്